സ്റ്റാർട്ട്. നമുക്കെല്ലാവർക്കും ധനികനാകാൻ വളരെയധികം ഇഷ്ടമുള്ള ആളാണ്. എന്നാൽ ധനികൻ എങ്ങനെയാവാം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണം ഉണ്ടാക്കാനുള്ള കഴിവ് തന്നെയാണ്. പണക്കാരനാകാൻ അത് വേണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള പല ഓപ്ഷനുകളാണുള്ളത്. ഒരാൾക്ക് ഇങ്ങനെ പണം ഉണ്ടാക്കാം, ഒരാൾക്ക് അങ്ങനെ പണം ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ വേറൊരാൾക്ക് വേറൊരു രീതിയിൽ പണം ഉണ്ടാക്കാം. എല്ലാവർക്കും ഒരേ രീതിയിൽ പണം ഉണ്ടാക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം അത് ചെയ്തുകൊണ്ട് നിങ്ങൾ പണം ഉണ്ടാക്കണം. ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സമ്പാദിക്കാൻ സാധിക്കില്ല. അതായത് ആ സമ്പാദ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാനോ ഇല്ലെങ്കിൽ അത് സേവ് ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാഷനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുന്നതിലൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും ആ കാര്യം ചെയ്യുകയും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നതിലൂടെ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ത്വര നിങ്ങൾക്ക് കൂടും. അത്തരത്തിലാണ് നിരവധിയായ പണം നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കഴിവാണ് നിങ്ങൾ സമ്പാദിച്ച പണത്തെ സേവ് ചെയ്യാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്. ഇന്നത്തെ തലമുറയിൽ എല്ലാ ആൾക്കാർക്കും വളരെ കുറവായിട്ട് ഉള്ള ഒരു കഴിവ് തന്നെയാണിത്. കാരണം നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അടിച്ചു പൊളിക്കുന്നത് തെറ്റല്ല, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിൻ്റെ മൂല്യമനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വരവനുസരിച്ച് വേണം നിങ്ങൾ എപ്പോഴും ചിലവാക്കാൻ. 10,000 രൂപയ്ക്ക് 15,000 രൂപയുടെ ചിലവ് നടത്തിയാൽ നിങ്ങൾ ഒരിക്കലും സമ്പന്നനാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നോ അതിൻ്റെ ഇത്ര ശതമാനം നിങ്ങൾ തീർച്ചയായിട്ടും സേവ് ചെയ്യാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ സേവിങ്സിൻ്റെ മൂല്യം മനസ്സിലാക്കാനും അതിലൂടെ നിങ്ങൾക്ക് സമ്പന്നനാകുന്നതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങൾ 1,00,000 രൂപയ്ക്ക് ശമ്പളം മേടിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ധനികനാവണമെന്നില്ല. കാരണം നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 10,000 രൂപ വെച്ച് ശമ്പളം കിട്ടുന്ന ആളും 1,00,000 രൂപയ്ക്ക് ശമ്പളം കിട്ടുന്ന ആളെ എടുക്കുക. 1,00,000 രൂപ ശമ്പളം മേടിക്കുന്ന ആൾ 1,00,000 രൂപയും ഒരു മാസം തീർത്തു. അതേസമയം തന്നെ 10,000 രൂപ ശമ്പളം മേടിക്കുന്ന വ്യക്തി 5,000 രൂപ സേവ് ചെയ്ത് കഴിഞ്ഞാൽ 10 മാസം ഇവർ രണ്ടുപേരും അങ്ങനെ നോക്കുകയാണെങ്കിൽ 1,00,000 മേടിക്കുന്നതിൻ്റെ കയ്യിൽ ഒന്നും കാണത്തില്ല. പക്ഷേ 5,000 വെച്ച് സേവ് ചെയ്യുന്നതിൻ്റെ കയ്യിൽ 10 മാസം കഴിയുമ്പോൾ 50,000 രൂപയാണ്. ഇതിനകത്ത് ആരാണ് സമ്പന്നൻ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വന്നാൽ അത് തീർച്ചയായിട്ടും ഈ 10,000 രൂപ മേടിക്കുന്ന സാധാരണ ജോലിക്കാരനാണ്. അത്തരത്തിൽ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ഒരു സേവിങ്സിലൂടെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കോടീശ്വരനോ അല്ലെങ്കിൽ ഒരു സമ്പന്നനാകാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അടുത്തൊരു പ്രധാനപ്പെട്ട കഴിവാണ് നിങ്ങൾ നിക്ഷേപത്തിലെത്തുക. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിൽ നിന്നും ഇത്ര % നിങ്ങൾ സ്ഥിര നിക്ഷേപത്തിലോ അല്ലെങ്കിൽ മറ്റേത് ഇൻവെസ്റ്റ്മെൻറ്റുകളിലോ ഷെയർ മാർക്കറ്റുകളിലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഷെയർ മാർക്കറ്റ് ഇപ്പോഴും വളരെ അപകടം നിറഞ്ഞതാണെന്നുള്ളൊരു വ്യക്തത നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും ആ ഷെയർ മാർക്കറ്റിൽ കിട്ടുന്ന ലാഭം വളരെ അധികമാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു ഓപ്ഷനാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങൾക്ക് കിട്ടുന്ന പണം അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സിനെ ഇരട്ടിപ്പിക്കാനുള്ള കഴിവ്. എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും നിങ്ങൾ എപ്പോഴും ഒരേ പാറ്റേണിൽ പോകാതെ ഒന്ന് ഉയർത്തി ചിന്തിക്കേണ്ടതാണ്. 10,000 മേടിക്കുന്നതിന് അടുത്ത മാസം 20,000 മേടിക്കണം, 20,000 മേടിക്കുന്നതിന് അടുത്ത മാസം 40,000 മേടിക്കണം. അത്തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ അധികമായിട്ട് കുറച്ചുകൂടി ധനികനാകാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും ഉയർച്ചയിലേക്ക് തന്നെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. അല്ലാതെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു ധനികനാകാൻ പാടില്ല. ബിസിനസ് സംരംഭം തുടങ്ങുകയാണെങ്കിൽ പോലും നിങ്ങൾ ഉയർച്ചയിലാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് സക്സസ് ആകുകയുള്ളൂ. അതുപോലെ ഏത് എംപ്ലോയി ആണെങ്കിലും അദ്ദേഹം ഇല്ലെങ്കിൽ അവൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സാലറി എപ്പോഴും നിങ്ങൾ മേലോട്ടാണ് കൊണ്ടുവരേണ്ടത്, ഒരിക്കലും താഴോട്ട് കൊണ്ടുവരുന്നത്. ആ സാലറി മേലോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്കൊരു ധനികനാകാൻ സാധിക്കൂ. അടുത്തതാണ് പണം പെരുപ്പിക്കാനുള്ള കഴിവ്. പണം ഇരട്ടിപ്പിക്കുകയും പണം പെരുപ്പിക്കലും രണ്ടും ഏകദേശം ഒന്നാണെങ്കിൽ പോലും പണം പെരുപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇരട്ടി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-20 ആകുന്നതിന് പകരം 10-50 ആക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണ് നിങ്ങളൊരു ധനികനാകുന്നത്. 10-50 ആകുമ്പോൾ 50-നെ നിങ്ങൾ 1000 ആക്കണം, 1000-നെ നിങ്ങൾ കോടികളാക്കണം. അങ്ങനെയാണ് നിങ്ങൾ കോടീശ്വരന്മാരാകുന്നത്. അത്തരത്തിലുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാകുകയുള്ളൂ. ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റാണ് പണം ആസ്വദിക്കാനുള്ള കഴിവ്. ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, അത് നിങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യണം. ആ കൈകാര്യം ചെയ്യുന്നത് ഒരു കലയാണ്. ആ കല ആസ്വദിച്ച് തന്നെ ചെയ്യണം. ആ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയ പണത്തെ ആരാധിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാനും ഒരു വ്യക്തിത്വം നിലനിർത്താനും സാധിക്കുകയുള്ളൂ. ആ ഒരു പണം എങ്ങനെ യൂസ് ചെയ്യണം, എന്തിന് യൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിശോധിക്കുകയും അതിനെ കൃത്യമായ രീതിയിൽ യൂസ് ചെയ്യാനും നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. അതിലൂടെയാണ് നിങ്ങളൊരു കോടീശ്വരനാകുന്നത്. പണം സൂക്ഷിച്ചു വെക്കുന്നത് മാത്രമല്ല, ഉപയോഗിക്കുന്നതിലൂടെയാണ് നിങ്ങൾ കോടീശ്വരനാകുന്നത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
എല്ലാ നിരവധിയായ കോടീശ്വരന്മാരെ നിങ്ങൾ എടുത്തോ, അവർ കോടീശ്വരന്മാരാകുന്നത് അവർ ചെലവഴിക്കുന്നത് കാണുമ്പോഴാണ്. ആ ഒരു രീതി നിങ്ങളെ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങളും ഒരു കോടീശ്വരനാകുകയുള്ളൂ.